ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇൻഫർമേഷനാണ്. നമ്മുടെ പല സബ്സ്ക്രൈബർ സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സും നമ്മളോട് വന്നിട്ട് സാറേ എനിക്ക് സിബിലില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് 3 ലക്ഷം വേണം, 25,000 വേണം, 50,000 വേണം, എന്താ പറയുക, എനിക്ക് സാലറി അല്ല, ബാങ്ക് വഴിയുള്ള സാലറി കിട്ടുന്നത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ ഒരുപാട് എമർജൻസി കേസുകൾ വരാറുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽ കേസ്, കാരണം നമുക്ക് നമ്മുടെ ഉറ്റവരോ ഉടയവരോ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്യാഷിൻ്റെ ആവശ്യം വേണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വീട് ബാങ്കിൽ എത്തിയാൻ വരുന്നുണ്ട്, അപ്പോൾ അർജൻറ്റായിട്ട് നാളെ 3 ലക്ഷം വേണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 3 ദിവസം, ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ 5 ലക്ഷമോ പോട്ടെ 10 ലക്ഷം വരെ വേണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 2 ദിവസമെങ്കിലും വേണം. അപ്പോൾ അതും സാലറി അത്ര ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ലക്ഷം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ അറിയാം, NBFCയോ ലോൺ അപ്പോൾ നമുക്ക് 5, 10, 15, 20 ഒക്കെ തരും. അപ്പോൾ വളരെ അർജൻറ്റായിട്ട് ഞാനിങ്ങനെ കുറേ മാർക്കറ്റ് റിസർച്ച് ചെയ്തു. അപ്പോൾ വളരെ അർജൻറ്റായിട്ട് നമുക്ക് ക്യാഷ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ തമ്മിലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി, ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ വിളിക്കുന്ന പല ആൾക്കാരും പറയുന്നു, സഹോദരിയുടെ കല്യാണത്തിന് എനിക്ക് ക്യാഷ് അറേഞ്ച് ആയിട്ടില്ല, തരാമെന്ന് പറഞ്ഞ ആൾ പറ്റിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ ഒരു കാറുണ്ട് സാറേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതേപോലെ തന്നെ വേറെ ഹോസ്പിറ്റൽ കേസ്, ഓപ്പറേഷൻ നാളെയാണ്, അത് കൊടുത്തില്ലെങ്കിൽ അവരത് നീട്ടിവെക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കേസുകൾ. ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്, ഇങ്ങനെയൊക്കെ ഒരു ഇത് കേൾക്കുമ്പോൾ. അങ്ങനെ ഞാൻ 2-3 എന്താ പറയുന്നത് ഏജൻസിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ വാട്സപ്പിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത്, അതിനു മുമ്പ് അതിൻ്റെ കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സെക്യൂർഡ്, നമ്മൾ വളരെ അലേർട്ടായിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ 2-3 പേരുമായിട്ട് സംസാരിച്ചു. അവർ റെപ്യൂട്ടായിട്ട് ചെയ്യുന്ന ഏജൻസികളാണ്. അവർ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ വാഹനങ്ങളോ എല്ലാം എന്താ പറയുക സുരക്ഷിതമായി തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ വണ്ടി അല്ലെങ്കിൽ വാഹനം പണയത്തിന് വെച്ച്, ലീസിന് വെച്ച് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനവുമാകാം, ഇപ്പോൾ ലോൺ ഉള്ളതാകാം, ലോൺ ഇല്ലാത്തതാകാം, വാഹനങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾക്ക് ലീസിന് കൊടുക്കാം. അത് ലീസിന് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഓണർ തന്നെ അത് ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ രണ്ടാമത് ഓണർ അല്ലെങ്കിൽ അച്ഛനാണ്, പുള്ളിയുടെ അച്ഛനാണ്, അല്ലെങ്കിൽ അപ്പൂപ്പനാണ്, അമ്മയാണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ അവർ ചെയ്യില്ല. സ്വന്തം ഓണർ തന്നെ, വണ്ടിയുടെ RC ഓണർ തന്നെ വരണം. അത് ലീസ് വെക്കുന്ന, ആദ്യം ഞാൻ കാറിൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങളൊരു കാർ പണയം വെക്കുമ്പോൾ അവർ 2 രീതിയിൽ പണയം എടുക്കുന്നതാണ്. ഒന്ന് പലിശയ്ക്ക്, രണ്ടാമത്തത് അവർ മറ്റാർക്കെങ്കിലും, അതായത് ജെന്യുവൻ ടീമിന്, ഇപ്പോൾ വിദേശത്തിൽ നിന്ന് വരുന്ന NRI ആർക്കെങ്കിലും ഫാമിലിക്ക് ഇപ്പോൾ 2-3 മാസത്തേക്ക് ഇപ്പോൾ കാർ എടുക്കാൻ അവർക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അവർ ഇങ്ങനെ കാർ ലീസ് എടുത്ത് പോകാറുണ്ട്. അങ്ങനെയുള്ള ജെന്യുവൻ പാർട്ടിക്ക് മാത്രം എന്താ പറയുന്നത് കാർ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ പലിശയ്ക്ക് എടുക്കുന്നവരുണ്ട്. പലിശയ്ക്ക് എടുക്കുന്നവർ മീൻസ് ആ ഏജൻറ്റ് തന്നെ ചെയ്തു തരും. ഇല്ലെങ്കിൽ അവർക്ക് അതിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് അവർ ഓടിക്കാൻ കൊടുക്കും. നിങ്ങൾ പലിശയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 7,000 രൂപയായിരിക്കും പലിശയായിട്ട് വരുന്നത്. പേഴ്സണൽ ലോണിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 1 ലക്ഷത്തിന് 7,000. ഇപ്പോൾ നിങ്ങൾ 3 ലക്ഷമാണ് എടുക്കുന്നതെങ്കിൽ 21,000 രൂപയാണ് പലിശയായിട്ട് വരുന്നത്. പിന്നെ അവർക്കൊരു ചെറിയ കമ്മീഷനും കൂടെ ഉണ്ട്. അത് നിങ്ങൾ എടുക്കാൻ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഓടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പലിശയോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ട, അവരുടെ കമ്മീഷൻ മാത്രം കൊടുത്താൽ മതി. അത് 5% ആണ്. 1 ലക്ഷത്തിന് 5,000 രൂപ. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യക്കാർക്ക്, ഇത് ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാം, ഇൻകേസ് കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പൈസ അർജൻറ്റായിട്ട് വരുന്ന ഈ ഹോസ്പിറ്റൽ കേസ്, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ബാങ്കിൽ എത്തിയാൻ വരുന്ന കേസുകൾ, അല്ലെങ്കിൽ കല്യാണം, അങ്ങനെയുള്ള ഒഴിച്ചുകൂടാനാവാത്ത കേസിൽ നമുക്കിപ്പോൾ കാറോ വണ്ടിയോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. 10 ലക്ഷത്തിന് മുകളിലോട്ടൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു മാക്സിമം 10 എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടി നിങ്ങൾ പണയത്തിന് വെച്ചാൽ മാക്സിമം കിട്ടുന്നത് 3-4 ലക്ഷം രൂപയായിരിക്കും പണയത്തിന് കിട്ടുന്നത്. ഓക്കെ,
പിന്നെ ബൈക്കും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ എന്താ പറയുന്നത്, ബൈക്ക് വെച്ചാലും ഇപ്പോൾ ഒരു 1,00,000 ബൈക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 30-40 രൂപയായിരിക്കും നിങ്ങൾക്ക് പണയത്തിന് കിട്ടുന്നത്. കാരണം നമ്മൾ ഒരുപാട്, അവർക്കും അറിയാം ഒരുപാട് പൈസ പിന്നെ മേടിച്ചാൽ തിരിച്ചെടുക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ഏജൻസികളിൽ ഒരുപാട് കാർ ബെൻസ് ഉൾപ്പെടെ കിടക്കുന്നുണ്ട് തിരിച്ചെടുക്കാൻ പറ്റാതെ ക്യാഷ് മറിഞ്ഞു വരാതെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ കിട്ടുമ്പോൾ ഒരുപാട് മേടിക്കാമെന്ന് മനസ്സ് വിചാരിക്കേണ്ട, ഒരു ആവറേജ് രീതിയിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ ബൈക്കും കാറും അവരെടുക്കുന്നതാണ്. പിന്നെ എടുക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഡോക്യുമെൻ്റ് RC വേണം, ഇൻഷുറൻസ് വേണം, വണ്ടിയുടെ 2 കീ വേണം. ഓക്കെ. പിന്നെ അവർ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതും. അപ്പോൾ അത് മാക്സിമം RC ഓണർ തന്നെ വരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ വാഹനം പണയം വെച്ച് നമ്മുടെ എന്താ പറയുക അപ്രൂവ്ഡ് ഏജൻസിയിൽ അതല്ലെങ്കിൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ പണയം വെച്ച് നിങ്ങൾക്ക് പൈസ തരുന്നു. അത് ഒന്നുകിൽ നിങ്ങൾക്ക് വണ്ടി കയറ്റിയിട്ടിട്ട് അതിൻ്റെ പലിശ കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റാർക്കെങ്കിലും, അത് ഈ എന്താ പറയുക കച്ചറ ടീമിനല്ല കേട്ടോ, നല്ല ടീമിന് തന്നെ അവരത് കൊടുക്കും. 3 മാസത്തേക്കോ 4 മാസത്തേക്കോ നിങ്ങൾ പറയുന്ന ഡേറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മാസത്തിൽ അത് തിരിച്ചെടുക്കണം. മനസ്സിലായല്ലോ? ഇത് അവർ കേരളത്തിൽ എവിടെയും അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയ എന്നല്ല, ഇങ്ങനത്തെ ഒരു ആശയം എനിക്കിപ്പോഴാണ് കിട്ടിയത്. മുൻപൊക്കെ അറിയാമായിരുന്നു, ഞാൻ അധികം ആ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. ചിലപ്പോൾ എന്താ പറയുക, നിങ്ങൾ പൈസ ഇപ്പോൾ 5 ലക്ഷം മേടിച്ചു, 3 മാസം അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് മറിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ എന്നെ വിളിച്ചു, എൻ്റെ തെറി വിളിക്കും, അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള പൈസ അങ്ങനെ എടുക്കുക. നിങ്ങൾ കാറിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു കേടും വരത്തില്ല. അവരുടെ ബോഡിയും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സ്ക്രാച്ചോ ഇഷ്യൂ വരികയാണെങ്കിൽ അവർ തന്നെ ചെയ്തു തരും. എൻജിൻ പാർട്സ് നമുക്ക് ഓൾറെഡി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലീസിന് വെച്ചുകൊണ്ട് ആർക്കെങ്കിലും പൈസ നോക്കുന്നുണ്ടെങ്കിൽ ജെന്യുവിനായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചാനൽ തന്നെ അത് ഗ്യാരണ്ടി തരും. വളരെ ജെന്യുവിനായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് അതിൻ്റെ ക്യാഷും കാര്യങ്ങളും വണ്ടി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും തരുന്നതാണ്. ഓക്കെ. ഞാൻ ഒരിക്കലും കൂടി പറയാം, വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതിൽ വാട്സപ്പ് തന്നെ ചെയ്യുക, വിളിക്കാൻ നിൽക്കരുത്, ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോയും RCയുടെ ഫോട്ടോയും മീൻസ് എനിക്കൊന്ന് അയച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.